നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ ഇപ്പോഴും തുടരുകയായിരുന്നു. ഈ സ്ഥിതി തുടർന്നാൽ സംഘർഷം ഇനിയും നീണ്ടുപോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേരുക. ഇറാനിൽ സഖ്യസേന ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നുവെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇറാൻ ഇന്നും സ്വീകരിക്കുന്നത്. ഇതോടെയാണ് സംഘർഷം തുടർച്ചയായി 12ാം ദിനവും തുടർന്നു പോകുന്നത്. ഇറാന്റെ ആകാശത്തും കടലിലും ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ പുതിയ ആക്രമണ പരമ്പര ഇസ്രയേൽ അഴിച്ചുവിട്ടു. പലയിടത്തും സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇതിലൂടെ പതിനായിരക്കണക്കിന് ഗ്രാമപ്രദേശങ്ങളിൽ അഭയം തേടി, അതായത് പതിനായിരക്കണക്കിന് ആളുകൾ അഭയം തേടിയിട്ടുണ്ട്. ഇന്ധന സംഭരണശാലകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ വ്യാപകമായ മലിനീകരണത്തിന് വഴിവെച്ചു. പാർപ്പിട സമുച്ചയത്തിന് നേരെയും ആക്രമണമുണ്ടായി. അതേസമയം ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ നൽകി. സെൻട്രൽ ഇസ്രയേലിലേക്ക് മിസൈലുകൾ പായുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബഹ്റിനും ഇറാഖി കുർദിസ്ഥാനുമുള്ള US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ വിപ്ലവ സേന ആക്രമണങ്ങൾ നടത്തിയെന്ന് ഇറാൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പടക്കപ്പൽ മുക്കിയത് ക്ഷമിക്കില്ല എന്നും രക്ഷാപ്രവർത്തനം വരെ തടഞ്ഞ അമേരിക്ക കാണിച്ചത് തികച്ചും നാസികളെക്കാൾ മോശം സമീപനമാണെന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം നേരിടാൻ ഉക്രൈൻ സേന എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. ഇറാനിയൻ ഡ്രോണുകളെ നേരിടാൻ ഉക്രൈൻ സൈനിക വിദഗ്ധരാണ് ഗൾഫിലേക്ക് എത്തുക. എന്തായാലും ഹോർമൂസ് കടലിടുക്കിന് സമീപം മൈനുകൾ സ്ഥാപിക്കുന്ന 16 ഇറാനിയൻ കപ്പലുകൾ US സേന തകർത്തെറിഞ്ഞു കഴിഞ്ഞു. കടലിടുക്കിലേക്ക് ഇറാൻ സ്ഥാപിക്കുന്ന മൈനുകൾ ഉടനടി നീക്കം ചെയ്യുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതായത് ഇത് നീക്കം ചെയ്തു കൊടുത്തിരിക്കണം. അതേസമയം ഗൾഫിലെ ജനവാസ കേന്ദ്രങ്ങളും റിഫൈനറികളും ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം തുടരുകയാണ്. 9 ഡ്രോണുകൾ പതിച്ചതിനെ തുടർന്ന് 2 പേർ കൂടി മരിച്ചതായും UAE സ്ഥിരീകരിച്ചു. ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ പാർപ്പിട സമുച്ചയത്തിന് നേരെ നടന്ന ഇറാനിയൻ ആക്രമണത്തിൽ 29കാരി കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടയിൽ ഇറാനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ കണ്ടെത്തി എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ പുതിയ ഭീഷണിയും എത്തിയത്. സുപ്രധാനമായ ഈ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ സമാനതകളില്ലാതെ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയായിരുന്നു സന്ദേശം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ്. മൈനുകൾ സ്ഥാപിക്കുകയോ അത് നീക്കം ചെയ്യാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾക്ക് സമാനതകൾ ഇല്ലാത്തതായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാൻ സ്ഥാപിക്കാൻ സാധ്യതയുള്ള മൈനുകൾ അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ആ രാജ്യത്തിന് തന്നെ ശരിയായ ചുവടുവയ്പായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളും ബോട്ടുകളും തകർക്കാൻ, മയക്കുമരുന്നു കടത്തുകാരെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഉപയോഗിക്കുക അത് വളരെ ക്രൂരമായിരിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പരമ്പരാഗത നാവിക സേനയോടൊപ്പം ഉൾക്കടലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം എത്തിയത്. ഉൾക്കടലിലൂടെ കടന്നുപോകുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകളെ ടാങ്കറുകളെയും ആക്രമിക്കുമെന്നും റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഭീഷണി മുഴക്കിയിരുന്നു.